പൊന്നോ. അപ്പം എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ആയിട്ട് പതിവ് കാഴ്ച. ഇപ്പോൾ 2 ദിവസം ഈ കാഴ്ച ഇല്ലായിരുന്നു, ഇവരൊക്കെ അവധിയായണ്ടേ. അപ്പോൾ അതേ അച്ഛനെ കൊണ്ടുപോക്കെ 2 ദിവസം കഴിയുമ്പോൾ അവനൊരു വിഷമമുണ്ട്. എല്ലാവരും പോകുന്നതിൻ്റെ കേട്ടോ. തിങ്കളാഴ്ചയല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ ഇന്നത്തെ വീഡിയോയും കൂടെ ചേർത്താണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ കാഴ്ചയൊക്കെ കാണാം നിങ്ങൾക്ക് കേട്ടോ. ചുറ്റി അടക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. മൊബൈലെടുത്താ. അപ്പം ഇന്ന് തുള്ളലൊന്നും ഇല്ല, അത് തുള്ളാതെ പോയി. അപ്പം ഇന്നലെ ഒരു മഴ പെയ്തു കേട്ടോ ഫ്രണ്ട്സ്. ഇന്നലെ ചെറിയ മഴ പെയ്ത് ഇടിവെട്ടിലൂടെയൊക്കെ മഴ പോയി. ഭയങ്കര ചൂട്. ഇന്നും പെയ്യായിരിക്കും തോന്നുന്നു. ഇതുപോലെ ടുക്കു മഴ പെയ്യും, അതിൻ്റെ ഇരട്ടി ചൂടും. അപ്പം ഇന്നും ലേബേഴ്സൊന്നും വന്നിട്ടില്ല, വരുമായിരിക്കും തോന്നുന്നു. 10 മണിയാകുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ മുമ്പിൽ പോകണം അച്ഛൻ്റെ കേട്ടോ. ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ അതൊക്കെ മിസ്സായി പോകില്ലേ. പറ പോവാൻ നോക്കുക. ചൂട്, ഭയങ്കര വെയിൽ. അപ്പോൾ ഈ ഡെയിലി ഇങ്ങനെ യാത്ര അയക്കുന്നതൊക്കെ ഡെയിലി ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡെയിലി എൻ്റെ ഹസ്ബൻഡ് ഡ്രസ്സ് മാറ്റുന്നതൊക്കെ കേട്ടോ. അല്ലാതെ ഈ ഒരു ദിവസത്തെ വീഡിയോ ഒന്നും അല്ല ഇടുന്നത്. ഞാനും അങ്ങനെ മെസ്സേജും കൊണ്ട് വരരുത്. അതെ, വഴി കൂടെ പോകുന്നവരെ പേടിപ്പിക്കണം കേട്ടോ. ആരോ വരുന്നുണ്ട്. ആ കുട്ടിയെ കണ്ടിട്ട് പേടിപ്പിക്കുന്ന കേട്ടോ. സ്ത്രീ പോയില്ലേ. വാ. അപ്പം കാലുവിനെ ഇന്നിവിടെ കാണാനില്ല. കാലുവിൻ്റെ ഒരു കാര്യമൊക്കെ ഇവിടെ കാണിക്കണ്ട. ഇപ്പം കാലു സ്ഥിരം പ്രേക്ഷകയായി കേട്ടോ. സ്ഥിരം ഒരു വിസിറ്ററായി. നമ്മൾ ഗ്രില്ല് തുറന്നിട്ടാൽ അവളകത്തേക്ക് കയറും കേട്ടോ. അതിനെ നമ്മൾ അത്ര അധികം സ്നേഹിക്കുന്നുണ്ടും ഫുഡ് കൊടുക്കുന്നുള്ളതുകൊണ്ടാണ്. ഇന്നലെ ഫുഡ് കൊടുത്തില്ല. ഇന്നലെ ഞാൻ രാവിലെ നോക്കിയപ്പോൾ അപ്പുറത്തെ മിഷ്ടിക്കടയിലുള്ള അടുത്തുള്ള വീട്ടുകാർ അവന് കൊടുക്കും കേട്ടോ. ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് കാണണേ. ഓ ഫ്രണ്ട്സ്, മോനെ കാണാൻ വേണ്ടി വന്നതാ ഒരുത്തൻ കണ്ടോ. വാ. എന്ത് കീ ചോദിച്ചേ. സ്കൂബിക്കോ ദേഖത്തി ചൂടോ. സ്കൂബിയെ കാണാൻ വേണ്ടി വന്നാണ്. എടാ, സ്കൂബിയെ കാണാൻ വേണ്ടി വന്നാണോ പൊന്ന്? സ്കൂബിയെ കാണാൻ വേണ്ടി വന്നാണോ? ബാ 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 ബാ. സ്കൂബിയെ കാണാൻ വേണ്ടി വന്നോ? സ്കൂബിയെ കാണാൻ വേണ്ടിയാണോ വന്നത്? സ്കൂബിയെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളൊരു വരവ്. പൊന്നാ പൊന്നാ പൊന്നോ. ആയ് 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 ആയ്. അവനകത്ത് കയറിപ്പോയി കേട്ടോ. കാലു കണ്ടോ നിന്നെ കാണാൻ വന്നേ? കാലു നിന്നെ കാണാൻ വന്നേണ്ടോ? അവനകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അവന് ഞാൻ ഇത് ആരോ ഗ്രില്ല് തുറന്നിട്ടിട്ട് പോയി കേട്ടോ. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത് കണ്ടോ. ജാവ് കൊണ്ടുവരാം. പോകുന്നുണ്ടോ അവൻ? ഗ്രില്ല് തുറന്നിട്ടുകൊണ്ടാണ് അവൻ വരുന്നത്. വിശന്നിട്ടൊന്നും അല്ല കേട്ടോ. അവൻ അപ്പുറത്തെ ഒരു ഭക്ഷണം കൊടുത്തു. അവൻ സ്കൂബിയെ കാണാൻ വേണ്ടി വന്നതാണ്. കാല് വന്നാ? നിന്നെ കാണാനാണോ കാല് വന്നേ പോന്നാ? എന്നിട്ട് ഇവനകത്തേക്ക് കയറിപ്പോയി. ഇപ്പം ഞാൻ വന്നപ്പോൾ അകത്തേക്ക് കയറിപ്പോയി. ഞാനില്ലെങ്കിൽ കടിച്ചനാ കേട്ടോ. മോൻ ഗ്രില്ല് തുറന്നിട്ടിട്ട് പോയതാ. കാലു ഇവനെ കാണാൻ വേണ്ടി വന്നത്. ഞാൻ നോക്കിയപ്പോൾ 2 സൗണ്ട്. എന്താ ഇവൻ ഇങ്ങനെ സൗണ്ട് കാണിക്കുന്നത്? നോക്കിയപ്പോൾ കാലു ഇവനകത്തേക്ക് കയറിപ്പോയി. അവൻ പോയി. അവൻ ഭക്ഷണം അപ്പുറത്തുള്ളവർ കൊടുത്തെന്ന് തോന്നുന്നു. ആ മിഷ്ടിക്കടയുടെ അടുത്തുള്ള വീട്ടുകാർ. നമുക്കേ ചക്കയുടെ സീസണൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒരു ചെറിയ ചക്ക വാങ്ങി കേട്ടോ. അപ്പോൾ നല്ല മധുരമാണ്. നമ്മളവിടുത്തെ ചെമ്പരത്തി പോലത്തെ വരിക്ക ചക്കയൊന്നും ഇവിടെ കിട്ടത്തില്ല. ഇവിടുത്തെ വരിക്ക ചക്ക കാജ എന്നാണ് പറയുന്നത് കേട്ടോ. കാജ ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരെണ്ണം ചെറുത് മേടിച്ചോണ്ട് വന്നാൽ നല്ല മധുരം ഉണ്ടായിരുന്നേ. ഇപ്പോൾ ചക്ക സീസണൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ തുറന്നിട്ടാൽ മതി, ഒരു ഇച്ചിരി നേരം തുറന്നിട്ടാൽ മതി. അവിടെ പതുക്കെ വരുള്ളൂ, സൗണ്ട് ഇല്ലാതെ കേട്ടോ. ഇവിടെ ഞാൻ എന്നിങ്ങനെ കാണിച്ച ഇവന് പേടിയാണ്. ഇവനപ്പോൾ അകത്തേക്ക് കയറിപ്പോകുന്നതും കാണാം. ഒരു സൗണ്ട് കേട്ടോണ്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അവൾ വരുന്നതൊന്നും കാണാം. അവൾ വരുന്നതിനോ ഒന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പക്ഷെ അതല്ല, അവൾക്ക് വലിയ ടിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഇവൻ്റെ പുറത്ത് കയറി. ഇവനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഒരു 2000 രൂപയുടെ ഒരു ചോക്ലേറ്റ് പോലത്തെ ടാബ്ലറ്റ്സ് കൊടുക്കണ്ട. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ എഴുതി തന്നത് വലിയ പേരാണ്. എനിക്കത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കില്ല. എൻ്റെ പാക്കറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇപ്രാവശ്യം നവംബറിലോ അതാണ് കൊണ്ട് കൊടുക്കാൻ അവന്.
അത് ഞാൻ ഒരു വീഡിയോയിൽ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഗുളികകളും 2-3 വീഡിയോയിൽ ഞാൻ പഴയ വീഡിയോ കുറേ മാസങ്ങൾക്ക് മുമ്പ് എടുക്കുമ്പോൾ കാണുന്നുണ്ട്. ഞങ്ങൾ ആ ടൈം ആകുമ്പോൾ ഇവന് പിന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ടിക്ക് വരാറില്ല. പ്രത്യേകിച്ച് ഇവർക്കെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനും കാര്യങ്ങളും അതിൻ്റെ ഇതായിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പുറത്തുള്ള പപ്പീസൊക്കെ ആയിട്ട് ഇവനെ മിങ്കിൾ ചെയ്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് കയറി എന്നാലും അവൻ കയറി വരുമ്പോൾ നമ്മളൊന്നും പറയുന്നില്ല, ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അല്ലാതെ അവരെ നമ്മൾ നല്ലവണ്ണം നോക്കുന്നുണ്ട്, അവളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവൾ കയറി വരുന്നത്, നമ്മളോട് ഇത്ര ഇണങ്ങുന്നു. പക്ഷെ ഇവനത് പറ്റൂലല്ലോ, കൂടുതലും മിങ്കിൾ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവനെ ഇതുപോലെയല്ലേ നോക്കുന്ന ഓരോ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ അലർജിക്കലായിട്ടൊക്കെ ഉള്ളത് ഇവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുവേ. അപ്പോൾ അതുകൊണ്ട് എന്നാ പോന്നാ, അപ്പോൾ അതുകൊണ്ടാണ് അവനെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്ന പുറത്ത് വെച്ച് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ ഈ വീഡിയോ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ മോൻ നല്ലൊരു ഹായും ബൈയും തരുന്നു. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ ഹായ് അവന് ഇരുന്നു കേട്ടോ. ഹായ് ബൈ എന്ന് പറഞ്ഞപ്പോൾ ഹായ് കണ്ടോ, ഞാൻ ചോദിക്കാതെ തന്നെ തന്നു. ടാറ്റ പറ, ടാറ്റ ശരിക്കും പറ, ടാറ്റ ഒന്നും കൂടെ ടാറ്റ. എങ്ങനെ ദീപക്കിനെ സ്കൂളിലെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കണേ? ടാറ്റ. ഒന്നും കൂടെ ഹായ് കൊടുക്ക് പൊന്നോ, ഒന്നും കൂടെ ഹായ് കൊടുക്ക്. ഹായ് കണ്ടോ. അപ്പോൾ പെട്ടെന്ന് മമ്മി വീഡിയോ നേരത്തെ ഞാൻ AC റൂമിൽ ഭയങ്കര ചൂട് കേട്ടോ. ഇന്നലെ ഒരു ടുക്കു മഴ പെയ്തു, കുട്ടുക്കുമായിട്ട്. പിന്നെ ഇടിയും വെട്ടു, അതിൽ ആ മഴ പോയി. ഇന്നും ടുക്കു ആയിട്ട് ഇരട്ടി ചൂട് കേട്ടോ. നമ്മളൊരു നൈറ്റ് ഇട്ട് അപ്പം തന്നെ വിയർക്കണം, കുളിച്ച് കയറി വരുമ്പോഴും വിയർക്കല അങ്ങനെ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുകളിലത്തെ ഫ്ലാറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ ചൂട് കൂടുതലായിരിക്കും. പിന്നെ എപ്പോഴും AC ഇരിക്കാൻ നമുക്കൊന്നും പറ്റൂലല്ലോ. നമുക്ക് അടുക്കള പണിയും പുറത്തുള്ള പണിയും വിരിക്കൽ പണിയും നമുക്കിങ്ങനെ വെയിലെത്തും. നമുക്ക് ഈ ഭക്ഷണം വെക്കുന്നവർക്ക് ചൂടോ തണുപ്പോ മഴയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പൊന്നോ ഇങ്ങോട്ട് വന്നേ, ആൻറ്റിമാർക്കൊക്കെ വന്നേ ബാ കേട്ടോ. വിളിച്ചാൽ വന്നോളും. അവിടെ ഇരിക്കെ വീഡിയോ തീർന്നിട്ട് പോ. വീഡിയോ തീർന്നിട്ട് പോണേ. എല്ലാവർക്കും മോനെ ഇഷ്ടമല്ലേ. അപ്പം ഞാൻ ഈ വീഡിയോ ഡെയിലി കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? എല്ലാവരും എൻ്റെ മോനെ കാണാൻ. അപ്പോൾ കുറേ എന്നോട് ഷൈനി, ഗീതാ മേഡം, വത്സല മേഡം, അമ്പിളി എല്ലാം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഇവനെ കാണണമെന്ന് കേട്ടോ. പിന്നെ വിജയകുമാർജി അതൊക്കെ നമ്മളെ ഡെയിലി സ്ഥിരം പ്രേക്ഷകരൊക്കെയാണ് കേട്ടോ. ശാന്തി, വിധു, ഒരുപാട് പേര്, ഒരുപാട് ഹേമലത, അങ്ങനെ കുറേ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ആരെങ്കിലും പേര് എനിക്ക് ഓർമ്മ വന്ന പേരുകളൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവരൊക്കെ ഈ ഡെയിലി ഇവനെ കാണാൻ വേണ്ടി, കുഞ്ഞു വീഡിയോ ആണെങ്കിൽ കാണാൻ വേണ്ടി എന്നോട് ഇടണേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇടണേന്ന് ഷൈനി ഒരു 100 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇടണേ, അവനെ ഒന്ന് കണ്ടാൽ മതി. എല്ലാവർക്കും ഇവനെ കണ്ട് മനസ്സ് തൃപ്തി വരുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. അവനങ്ങ് പോയി, അവന് ചൂട് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല.